അസ്സലാമലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും റാഹത്തല്ലേ? അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി ഒരു വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, നമ്മുടെ നന്മയെ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഖൈറിന്റെ വാതായനങ്ങൾ അള്ളാഹു മലർക്ക് തുറന്നിട്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പരിശുദ്ധവും പരിപാവനവുമായ ഒരു വെള്ളിയാഴ്ച പകലാണ്. ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിൽ ഓരോ ദിവസവും ഓരോ അറിവുകളാണ്. എല്ലാ വെള്ളിയാഴ്ചയും വ്യത്യസ്തങ്ങളായ നമുക്കറിയാവുന്നതും അറിയാത്തതുമായ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ പരിചയപ്പെടുത്തലും പഠിക്കലും ചൊല്ലലുമാണ്. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഈ പ്രഭാതത്തിൽ, വെള്ളിയാഴ്ചയുടെ പവിത്രമായ പ്രഭാതത്തിൽ നമ്മളൊരു പുതിയ സ്വലാത്തിനെ പഠിക്കുകയാണ്. പലർക്കും അറിയാം, ചിലർക്ക് അറിയില്ല. എന്നാൽ നമ്മൾ ഇൻഷാ അള്ളാഹ് നമ്മളത് പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. അള്ളാഹു സ്വലാത്തിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്വലാത്താണ്. പക്ഷെ പ്രതിഫലം അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലമാണ്. അത്രമാത്രം പ്രതിഫലമുള്ള ഒരു സ്വലാത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇത് ഒന്നാമത്തെ നേട്ടം. ഞാൻ പ്രധാനപ്പെട്ട അതിന്റെ നേട്ടങ്ങൾ പറഞ്ഞു തരാം. ഏകദേശം ഒരു 9ഓളം നേട്ടങ്ങൾ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആ നേട്ടം പറഞ്ഞ്, സ്വലാത്ത് പറഞ്ഞ്, വെള്ളിയാഴ്ചയുടെ മഹത്വം പറഞ്ഞ്, വെള്ളിയാഴ്ച അസ്റിന് ശേഷം 80 സ്വലാത്ത് ചൊല്ലിയാൽ, ഈ ഒരു സ്വലാത്ത് 80 വട്ടം ചൊല്ലിയാൽ അള്ളാഹു പാപങ്ങൾ 80 വർഷത്തെ പൊറുപ്പിക്കുന്ന, സ്വർഗം കിട്ടാൻ കഴിയുന്ന 5 ബൈത്തുകളൊക്കെ നമ്മൾ പാടി നമ്മൾ ഇന്ന് അവസാനിപ്പിക്കും. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഒന്നാമത്തെ നേട്ടം, ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെയും അവന്റെ മാതാപിതാക്കളുടെയും പാപം അള്ളാഹു പൊറുക്കും. ഇപ്പൊ നമ്മുടെ ഉമ്മ ഖബറിലാണ്. അള്ളാഹു എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഖബറിലാണ്. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അവർക്കൊന്നും അറിയില്ല. അവർ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ നമുക്ക് വേണ്ടി ജീവിച്ച് പലതും ചെയ്യാൻ മറന്നുപോയവരാണ്, പലതും അറിയാത്തവരാണ്. നമ്മൾ ചെയ്യുന്ന നന്മയാണ് അവർക്കുള്ളത്. അപ്പൊ നമ്മുടെ ഉമ്മക്ക്, നമ്മുടെ വാപ്പക്ക് നമ്മൾ ചെയ്താൽ പ്രതിഫലം കിട്ടുന്ന അത്ഭുതത്തിന്റെ നേട്ടം. ഈ സ്വലാത്ത് ഒരു വട്ടം ചൊല്ലിയാൽ അവന്റെ ഉമ്മക്ക്, അവന്റെ വാപ്പക്ക്, അവന്റെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും, സ്വർഗം കൊടുക്കുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തിയ അത്ഭുതത്തിന്റെ സ്വലാത്ത്. അപ്പൊ ഒന്ന്, ചൊല്ലുന്നവനും ചൊല്ലുന്നവന്റെ മാതാപിതാക്കളുടെയും പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. 2, ഇത് ഒരു തവണ അവൻ ചൊല്ലിയാൽ, ഒരു ദിവസം ഒരു തവണ ഇത് ചൊല്ലിയാൽ 1000 പ്രഭാതങ്ങൾ 70 മലക്കവന് വേണ്ടി ദുആ ചെയ്യും. അതായത് 1000 പ്രഭാതം, 1000 ദിവസം 70 മലക്കുകൾ വെച്ച് അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും ഒരു വട്ടം ചൊല്ലിയാൽ. അപ്പൊ ഒരു 100 വട്ടം ചൊല്ലിയാൽ പ്രതിഫലം ആലോചിച്ച് നോക്കിയാൽ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും, നമുക്ക് വേണ്ടി കാവല് തേടും, നമുക്ക് വേണ്ടി ആപത്ത് അപകടങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് സംരക്ഷണം ചോദിക്കുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. മൂന്നാമത്തത്, വജബത്ത് ലഹു ശഫാഅത്തി, അവൻ എന്റെ ശുപാർശ നിർബന്ധമാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. നബിതങ്ങളാണ് ശഫാഅത്ത് നമുക്ക് അർഹൻ. നാളെ റബ്ബിന്റെ കോടതിയിൽ ആരും സഹായിക്കാൻ വരില്ല. ഉമ്മയില്ല, വാപ്പയില്ല, മക്കളുമില്ല, കൂടപ്പുറപ്പുമില്ല, കൂടെ നടന്നവരില്ല, ഒന്നുമില്ല. അള്ളാന്റെ റസൂല് മാത്രം. അവിടെ നമ്മളെ തെരഞ്ഞു പിടിച്ച് ശഫാഅത്തുമായി അള്ളാന്റെ റസൂല് കടന്നു വരുന്ന അത്ഭുതത്തിന്റെ സ്വലാത്ത്. അതോടൊപ്പം നാലാമത്തെ, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവാണ്, വിശദീകരിച്ച് വെറുതെ സമയം കളയണില്ല. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണല്ലോ. കുറഞ്ഞ സമയം കൂടുതൽ അറിവ്, അതാണ് നമ്മുടെ ആശയം. അള്ളാഹു നിലനിർത്ത അള്ളാഹു ഭാഗ്യം തരട്ടെ. നാലാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താ? എന്റെ ഈ പരിശുദ്ധമായ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിലൂടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരുടെ, സഹോദരങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹം എന്താ? ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, മരിക്കുന്നതിന് മുമ്പ് മുത്തുനബി തങ്ങളൊന്ന് സ്വപ്നത്തിൽ കാണാൻ. അള്ളാഹു ഭാഗ്യം തരട്ടെ. മുത്തുനബി തങ്ങളെ സ്വപ്നത്തിൽ കാണാം. ഉറപ്പ്, മുജറബായി മഹാരഥന്മാർ അനുഭവങ്ങളുടെ എഴുതി വെക്കുന്നു. ഇത് ചൊല്ലി പതിവാക്കിയാൽ സ്വപ്നം കാണുമെന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞ അത്ഭുതത്തിന്റെ സ്വലാത്ത്. അഞ്ചാമത്തത്, ഒരുപാട് പ്രയാസങ്ങളുള്ളവർ, കടമുണ്ട്, രോഗമാണ്, പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, മക്കളുടെ സ്വഭാവം, കല്യാണം നടക്കണില്ല, വീട് പണി നടക്കണില്ല, വാഹനത്തിന് ഓട്ടമില്ല, ജോലിയില്ല, കഫീല് പ്രശ്നമാണ്, അങ്ങനെ തുടങ്ങി നീറുന്ന വേവുന്ന 100 കണക്കിന് പ്രശ്നങ്ങളിലായിട്ടാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. ഇൻഷാ അല്ലാഹ് എത്ര വലിയ പ്രയാസമാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും, എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും, ഇൻഷാ അല്ലാഹ് ആ നിയ്യത്തിൽ, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യത്ത്, ഏതാഗ്രഹമാണോ മനസ്സിലുള്ളത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സ്വലാത്ത് എണ്ണമറ്റുന്ന, ഇത്ര എണ്ണമൊന്നുമില്ല, കഴിയുന്നത് ചൊല്ലിക്കൊള്ളിൽ. വളരെ ചെറിയ സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കാണിച്ചു തരാം. അതിങ്ങനെ പതിവാക്കിയാൽ പ്രശ്നങ്ങൾ മഞ്ഞുരുകുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും. നിങ്ങൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ പരിഹാരം കണ്ടെത്തുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കാണ്. ആറാമത്തെ നേട്ടം, ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് ജനങ്ങളുടെ മനസ്സിലൊരു മതിപ്പുണ്ടാകും. എന്ന് പറഞ്ഞാൽ നാട്ടിൽ നമുക്ക് വലിയ വിലയൊന്നുമില്ല, ആളുകൾ നമ്മളെ കാണുമ്പോൾ ഒരു ബഹുമാനമില്ല, എന്തൊക്കെ പറയുന്നു ഇല്ല. ഈ സ്വലാത്ത് പതിവാക്കിയാൽ നമ്മളെക്കുറിച്ച് നല്ലതല്ലാത്തതൊന്നും ആളുകൾ പറയൂല. ഇത് വെറുതെ പൊങ്ങച്ചത്തിന് വേണ്ടിയല്ല. നമ്മൾ ഒരാൾ മരണപ്പെട്ടു, അവനെക്കുറിച്ച് 40 ആളുകൾ നല്ലത് പറഞ്ഞാൽ സ്വർഗമുണ്ടെന്ന ഹദീസിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെന്ന് മനസ്സിലാക്കി നോക്കിയേ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ, ആളുകൾക്കിടയിൽ നമ്മളെക്കുറിച്ച് മതിപ്പുണ്ടാകാൻ ഈ സ്വലാത്ത് മതിയാകുന്നതാണ് എന്ന് മഹത്തുക്കൾ. അതുപോലെ ഏഴാമത്തത്, ശത്രുക്കളിൽ നിന്നൊരു രക്ഷയാണ്, ഒരു പ്രൊട്ടക്ഷൻ. ആന്റി വൈറസ് എന്നൊക്കെ പറയുന്നത് പോലെ
ആന്റി എനിമി എന്ന് പറഞ്ഞാൽ ശത്രു നമുക്കൊരു കവചം തീർക്കും, ശത്രുക്കളിൽ നിന്നൊരു രക്ഷ നമുക്കുണ്ടാകും. അത് വാക്കാല പ്രവർത്തിയാൽ എന്തു ആയിക്കോട്ടെ ശത്രു സംരക്ഷണമാണ് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. എട്ടാമത്തത് കണ്ണേറ്, സിഹിർ, അതുപോലെ മാരണം, വിളിദോഷം, അങ്ങനെ തുടങ്ങി പ്രാക്ക്, അങ്ങനെയുള്ള എല്ലാ ഇടങ്ങേറുകളെ തൊട്ട് സംരക്ഷണ കവചമാണ് ഈ സ്വലാത്ത്. എന്തു മഹത്വം നോക്കിയേ. ഒൻപതാമത്തെ സ്വലാത്ത് ഹാദാ സ്വലാത്തു സക്കാത്ത്. ഇത് സക്കാത്തിന്റെ സ്വലാത്താണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുത്തുനബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സ്വതക്ക കൊടുക്കാൻ കഴിയില്ല എങ്കിൽ, സ്വതക്ക കൊടുക്കുക ഒന്നുമില്ല, ഉണ്ടായിട്ടല്ല, പൈസ ഒന്നുമില്ല, പക്ഷെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹം. എൻ്റെ ഉമ്മമാരെ, നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു ആഗ്രഹമില്ല, പഠിച്ചോനെ ഒന്ന് സ്വതക്ക കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ, എനിക്ക് പൈസ ഇല്ലല്ലോ, ഇത് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ, എന്നാൽ ഈ സ്വലാത്ത് ചൊല്ലിയാൽ സ്വതക്ക കൊടുത്ത, സക്കാത്ത് കൊടുത്ത കൂലി നിങ്ങൾക്ക് എഴുതുമെന്ന് നബിതങ്ങൾ പഠിപ്പിച്ച അത്ഭുതത്തിന്റെ സ്വലാത്ത്. പൈസ ഒന്നും കൊടുക്കാറില്ലെങ്കിൽ ഈ സ്വലാത്ത് ചൊല്ലിക്കൊള്ളട്ടെ, സ്വതക്ക കൊടുത്ത കൂലി ഉണ്ടെന്ന് നബിതങ്ങൾ പഠിപ്പിച്ച അത്ഭുതത്തിന്റെ സ്വലാത്ത്. ഏതാണ് ആ സ്വലാത്ത്? ഇൻഷാ അല്ലാഹ് അതാണ് സ്ക്രീനിൽ കാണുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വസല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അത്രേ ഉള്ളൂ. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വസല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഒന്നുകൂടി ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വസല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അത്രേ ഉള്ളൂ. എന്ത് സ്വലാത്ത് നോക്കിയേ, വളരെ ചെറിയ സ്വലാത്ത്, പ്രതിഫലം വമ്പൻ പ്രതിഫലമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്. എൻ്റെ പ്രിയ, നമ്മൾ സാധാരണ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്, എല്ലാ വെള്ളിയാഴ്ച നമ്മൾ പറയുന്ന കാര്യം, എന്നാൽ തൻബീഹുൽ ഗാഫിലിൻ, അശ്രദ്ധമായവർക്കൊന്ന് ഉണർത്തലാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. സൂറത്തുൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്യാൻ മറന്നു പോകല്, വല്ലാത്ത പ്രതിഫലമുള്ള കാര്യമാണ്. കഹ്ഫ് നമ്മൾ മറക്കരുത്. സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കണം. ഈ സ്വലാത്ത് എന്നല്ല, എല്ലാ സ്വലാത്തും, ഒന്നും അറിയില്ല, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളിങ്ങനെ ഒരു ഏറ്റവും ചുരുങ്ങിയ ഒരു 300 എണ്ണമെങ്കിലും ചൊല്ലുക. വെള്ളിയാഴ്ച സ്വലാത്തുകളുടെ എണ്ണം 300 എണ്ണമാണ് എന്ന് ചില മുഹിബ്ബീങ്ങൾ, പ്രവാചക അനുരാഗികൾ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്ത് 300 എണ്ണം ചൊല്ലാം, എല്ലാ വെള്ളിയാഴ്ചയും ചൊല്ലിക്കോളിൽ. എല്ലാ വെള്ളിയാഴ്ച എന്നല്ല, എല്ലാ ദിവസവും ചൊല്ലാം. ഇന്ന് വെള്ളിയാഴ്ച പരിഗണിച്ച് സ്വലാത്തൊന്ന് ചൊല്ലിക്കോളിൽ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം ജുമഅയുടെ സുന്നത്ത് കുളിയെ കുളിക്കുന്നു, വെള്ളിയാഴ്ചയുടെ സുന്നത്ത് കുളിയെ കുളിക്കുന്ന നെയ്യത്ത് വെച്ചുകൊണ്ട് കുളിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക. ഉമ്മമാരെ അടുക്കളയിലും അങ്ങനെ ജോലി തിരക്കുകളിലായി വെള്ളിയാഴ്ച സമയം കളയരുത്. നിങ്ങൾ ദുഹാ നിസ്കരിക്കുക. അതുപോലെ നേരത്തെ തന്നെ കുളിച്ച് ദുഹർ നിസ്കാരത്തിന് വേണ്ടി നിസ്കാരപ്പായിലേക്ക് വരിക. ഉസ്താദിന്റെ ഇൽമിന്റെ ആ ഇൽമ പ്രഭാഷണങ്ങൾ അത് കേൾക്കുക, നസീഹത്ത് കേൾക്കുക. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാർ നേരത്തെ തന്നെ പള്ളിയിൽ പോകാൻ നോക്കുക. ഒന്നാമത്തെ സഫിൽ തന്നെ ജുമാ നമസ്കരിക്കാൻ വേണ്ടി ഇരിക്കുക. അതോടൊപ്പം നിസ്കാരം കഴിഞ്ഞ് എല്ലാവരോടും സലാം പറയുക, മുസാഫഹത്ത് ചെയ്യുക, പള്ളിയുടെ പരിസരത്തുള്ള ഖബറുകൾ സിയാറത്ത് ചെയ്യുക. ഇതെല്ലാം നമ്മൾ ചെയ്യുക. അങ്ങനെ വീട്ടിലേക്ക് കടന്നു വന്നു, ഇതെല്ലാം നമ്മൾ ചെയ്യുക. വേഗത്തിൽ പറഞ്ഞു പോകണം. എല്ലാവരും നഖം വെട്ടുക, താടിയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കുക, മീശ ഒന്ന് വെട്ടി റെഡിയാക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുക നല്ലതാണ്. അൽഹംദുലില്ലാഹ്. കക്ഷരോമം, ഗുഹ്യരോമം, അതൊക്കെ എല്ലാ വെള്ളിയാഴ്ച നീക്കുക. ഇനി 40 ദിവസം വരെ കാത്തിരിക്കേണ്ട. എല്ലാ വെള്ളിയാഴ്ചയും ഇത് ക്ലീൻ ആക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവുക. ശരീരം തിരക്ക് എന്തൊരു റാഹത്തായിരിക്കും, വിയർപ്പിന്റെ ദുർഗന്ധമൊന്നും ഉണ്ടാവില്ല. ഗുഹ്യഭാഗത്തും കക്ഷരോമത്തും ഒക്കെ എല്ലാ വെള്ളിയാഴ്ചയും ക്ലീൻ ആക്കുന്ന സ്വഭാവം ഉണ്ടാവുക. അതൊക്കെ നല്ലതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം അൽഹംദുലില്ലാഹ് നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് വിശ്രമിക്കും, ഒന്ന് കിടന്നുറങ്ങും. അത് അങ്ങനെ കിടന്നുറങ്ങി അസ്ർ നിസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ച് എഴുന്നേറ്റു. നമ്മൾ നമസ്കാരം കഴിഞ്ഞ് ആ നമസ്കാരപ്പായിലോ പള്ളിയിലോ അസ്ർ നമസ്കാരം കഴിഞ്ഞ് ഈ പറയുന്ന സ്വലാത്ത് 80 വട്ടം ചൊല്ലിയാൽ 80 വർഷത്തെ പാപള്ള പൊറുക്കുന്നതാണ്. ഏതാണ് ആ സ്വലാത്ത്? എല്ലാ ആഴ്ചയും പറയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസ്വഹബിഹി വസല്ലം തസ്ലീമ. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസ്വഹബിഹി വസല്ലം തസ്ലീമ. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസ്വഹബിഹി വസല്ലം തസ്ലീമ. ഇത് 80 വർഷത്തെ പാപം പൊറുക്കും. 80 വയസ്സോടെ ജീവിക്കുന്ന ആർക്കെങ്കിലും ഗ്യാരണ്ടി ഉണ്ട്? നോ ഗ്യാരണ്ടി, നോ വാറണ്ടി. പക്ഷേ ഇത് ചൊല്ലിയാൽ 80 വർഷത്തെ പാപം പൊറുക്കും. അതോടൊപ്പം ഒരു ബൈത്ത് ഉണ്ട്. ഈ ഒരു പാട്ട്, ഈ ബൈത്ത് ഇൻഷാ അല്ലാഹ് 5 വട്ടം നിങ്ങൾ ചൊല്ലിയാൽ സ്വർഗം കണ്ടിട്ടല്ലാതെ മരിക്കൂലെന്നാണ്. വജബത്ത് ലഹുൽ ജന്ന, സ്വർഗമുണ്ടെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ഏതാണ് ആ ബൈത്ത്? അതാണ് സ്ക്രീനിൽ കാണുന്നത്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദൻബിൽ അലീമി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദൻബിൽ അലീമി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ
ولا أقوال نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. എത്ര സമയം വേണം? വളരെ ചുരുങ്ങിയ സമയം. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇത് വെള്ളിയാഴ്ച മാത്രമല്ല, എപ്പോഴും എല്ലാ നിസ്കാര ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് പാടിയിരുന്നു, ചൊല്ലിയിരുന്നു എന്നാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ സേവമായി ഇൻഷാ അല്ലാഹ് ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. അൽഹംദുലില്ലാഹ്. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും പ്രദാനിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിച്ച ഖബറിലേക്ക് യാത്രയാകാൻ അള്ളാഹു നമുക്കും നമ്മുമായി വേണ്ടപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും എല്ലാം അള്ളാഹു ഭാഗ്യം തരട്ടെ. അതോടൊപ്പം ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്‌ലിസ് ഉണ്ട്. എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് മജ്‌ലിസ്. ബദറിൻ തീരം എന്നാണ് ചാനലിന്റെ പേര്. നമ്മുടെ തന്നെ സംരംഭമാണ്. മഹാന്മാരുടെ ചരിത്രം പാടിയും പറഞ്ഞും നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു മജ്‌ലിസാണ്. അൽഹംദുലില്ലാഹ്. വിനീതനാണ് നേതൃത്വം കൊടുക്കുക. മുൻഗാമികളുടെ ചരിത്രം നമുക്കറിയില്ല. അവരുടെ ജനനം മുതൽ വഫാത്ത് വരെ പാടി പറയുന്ന തിബ്ബു സ്വലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ഹദ്ദാദ് റാത്തീബൊക്കെയായി അൽഹംദുലില്ലാഹ് 1.5 മണിക്കൂർ ആയിരങ്ങൾ പതിനായിരങ്ങൾ സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ്സ്. എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. ആ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനലും ബദറിൻ തീരം എന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദ്വാരക്കണം, മറന്നുപോകല്ലേ. എൻ്റെ എപ്പോഴും പ്രാർത്ഥന നിങ്ങളുണ്ടാകും. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഈ ബന്ധം അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്ന ബന്ധങ്ങളാക്കി അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.